നമസ്കാരം. എന്നോടൊപ്പം പ്രശസ്ത ചലച്ചിത്ര സംഗീത സംവിധായകൻ അജയ് രവി. അദ്ദേഹത്തിൻ്റെ സിനിമ സംഗീത യാത്രയെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ പെൺകുട്ടി എന്ന സിനിമയിലൂടെയാണ് സംഗീത സംവിധായകനായി അദ്ദേഹത്തിൻ്റെ കടന്നുവരവ്. ആദ്യത്തെ ഗാനം ചങ്ങാതിക്കാറ്റ് എന്നതിനെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു കഴിഞ്ഞു. ഈ സിനിമയിൽ വേറെ എത്ര ഗാനങ്ങൾ കൂടി ഉണ്ടായിരുന്നു? അതിൽ മൊത്തം 5 ഗാനങ്ങളായിരുന്നു ഉള്ളത്. അതിൽ ഒന്നാമത്തെ പാട്ടാണ് ചങ്ങാതിക്കാറ്റ്. രണ്ടാമത് കൊല്ലം അഭിജിത്ത് പാടിയിട്ട് ഏതോ ഒരു കനവായി എന്ന് പറയുന്നൊരു ഗാനമുണ്ട്. അതും ഡയറക്ടർ പ്രസാദ് എന്നോട് കഥ പറയുമ്പോൾ ഒരു പെൺകുട്ടിയുടെ തിരോധാനം സംബന്ധിച്ചൊരു യാത്ര നടത്തുകയാണ് അതിൽ മറ്റൊരു കഥാപാത്രം. അപ്പം അതിന് പറ്റിയൊരു മൂഡായിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരുപാട് ഡെമോൺസ്ട്രേഷൻ നമ്മളെ കേൾപ്പിച്ചുവെങ്കിലും അതോടൊന്നും അതിലൊന്നും ഇല്ലാത്തൊരു സാധനമാണ് ഞാൻ പിന്നെ ചെയ്തു വെച്ചത്. അപ്പം അതിൻ്റെ ട്യൂണ് ലാല ലല ലാല ലല ലാല ലല ലാല ഇങ്ങനെ തുടങ്ങുന്നൊരു പാട്ടാണ്. അപ്പോൾ ഈ ലാല പാടി വന്നപ്പം ലാസ്റ്റിൽ വരുമ്പം ഒരു ലാല ഇത് വരും. ഞാനപ്പോൾ എൻ്റെ ചുമ്മാ ഒരു അങ്ങകലെ ചുമ്മാ ഒരു വരി ഒന്ന് പാടിയിട്ടു. അപ്പോൾ ബിജു അന്ന് ഗൾഫിലാണ്, SS ബിജു വരികൾ എഴുതിയത്. അപ്പോൾ ഈ SS ബിജു ഗൾഫിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഓരോ വരികൾ എഴുതി വന്ന അവസാനം പല്ലവി മാത്രം ആശാൻ തരുന്നില്ല, അനുപല്ലവിയും ചരണവും തന്നു കഴിഞ്ഞു. അപ്പോൾ ഈ പല്ലവി എന്താ തരാത്തതെന്ന് ചോദിക്കുമ്പോഴെല്ലാം തരാം അജയൻ ചേട്ടാ പറഞ്ഞ് ബിജു പറയുന്നതല്ല, തരുന്നില്ല. ലാസ്റ്റിൽ ഈ പടത്തിൻ്റെ പാട്ടെടുക്കുന്ന ദിവസം SS ബിജു ഗൾഫിൽ നിന്ന് വന്നിട്ട് അവിടെ ചെന്നിട്ടാണ് പറയുന്നത്, അജയൻ ചേട്ടാ അങ്ങകലെ എന്ന് പറയുന്ന ഒരു വാക്കിട്ടത് എന്നെ ഒരുപാട് വിഷമിപ്പിച്ചു. കാരണം ഈ അങ്ങകലേക്ക് വേണ്ടി ആ പല്ലവിയിലെ ബാക്കി വരികളെ കോർഡിനേറ്റ് ചെയ്യാനാണ് അദ്ദേഹം ഈ ഒരാഴ്ച സമയമെടുത്തത്. ആ പാട്ട് കൊല്ലം അഭിജിത്തും ജിഷ ഹരിദാസും അതിമനോഹരമായിട്ട് പാടിത്തന്നു. ആ പടത്തിൽ അതൊരു മർമ്മപ്രധാനമായ പാട്ടായിരുന്നു. കൊല്ലം അഭിജിത്തും ജിഷയും പാടിയ ആ ഗാനം അത് നമുക്കൊന്ന് കേട്ടാലോ? ഏതോ ഒരു കനവായി എൻ മിഴിയിൽ നീ വന്നു, ആരോ വിരൽ മീട്ടും ഒരു ദേവരാഗമായി, ജീവതാളമായി എൻ സ്നേഹവീതിയിലെങ്ങും ഒരു ചെറുതിരിനാളമായി പാൽനിലാവു നൽകി നീയകന്നു പോയി അങ്ങകലെ